നമ്മൾ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ എക്സസൈസ് 7.2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ABC and DBC are two isosceles triangles on the same base BC. Show that angle ABD equal to angle ACD. അപ്പോൾ ഇവിടെ രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ, അതിന് സെയിം ബേസ് ബി സി. നമുക്ക് ഷോ ചെയ്യേണ്ടത് ആംഗിൾ എ ബി ഡി, അതായത് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ഈ മൊത്തം ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അതുപോലെ ബി സി ഡി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ ബി സി ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ എ ബി ഈക്വൽ ടു എ സി ആയിരിക്കും. അതുപോലെ ബി ഡി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ബി ഡി ഈക്വൽ ടു ഡി സി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അതിനുവേണ്ടി നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിൽ എങ്ങനെ പറയാം? നമുക്ക് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി ആണ്, അത് നമുക്ക് ഗിവൺ ആണ് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? ഈ ബേസ് ആംഗിൾ, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി. റീസൺ എഴുതുക, ഈക്വൽ angles opposite to equal sides are equal. Angles opposite to equal sides. അപ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ടാണ് അത് ഈക്വൽ ആയത്. അതുപോലെ ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ നോക്കും. അതുപോലെ നമ്മുടെ ബി സി ഡി, ഈ ട്രയാങ്കിൾ ബി സി ഡിയിൽ ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ ആയ ആംഗിൾ? ഇത് ബി സി ഡി നമുക്ക് ഡി ബി സി എന്ന് എഴുതാം, കാരണം എ ബി സി എന്നാണ് എടുത്തത്. അതുപോലെ ഇത് ഈ ട്രയാങ്കിൾ ഡി ബി സിയിൽ ആംഗിൾ ഡി ബി സി ഈക്വൽ ടു ആംഗിൾ ഡി സി ബി. റീസൺ ബി ഡി ഈക്വൽ ടു ഡി സി ആണ്. ബി ഡി ഈക്വൽ ടു ഡി സി, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. അപ്പോൾ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ഡി സി ബി. അപ്പോൾ ആംഗിൾ എ ബി സി പ്ലസ് ഡി ബി സി, എ ബി സി പ്ലസ് ഡി ബി സി എന്ന് പറയുന്നത് ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. എ സി ബി പ്ലസ് ഡി സി ബി എന്ന് പറയുന്നത് എ സി ഡി. അപ്പോൾ നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഇൻ ട്രയാങ്കിൾ എ ബി സി ഈസ് എൻ isosceles triangle in which AB equal to AC, side BA is produced to D such that AD equal to AB. Show that angle BCD is a right triangle. റൈറ്റ് ആംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബി സി ഡി, അതായത് എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സൈഡ് എ ബി ഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? എ ബി ഈക്വൽ ടു എ സി, അതുപോലെ എ ബി ഈക്വൽ ടു എ ഡി. ഇത്രയും കാര്യങ്ങളാണ് ഗിവൺ. അപ്പോൾ ഗിവൺ എഴുതുക. നമുക്കിനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3, ഇത് ആംഗിൾ 4 എന്ന് കൊടുത്തു. ഇപ്പം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് നോക്കാം. ഈ പ്രൂഫിൽ നമുക്ക് എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സിയിൽ
എ ബി ഈക്വൽ ടു എ സി ആണ്. എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. റീസൺ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട് ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. അതുപോലെ ഇതിൽ നമുക്ക് എ ബി ഈക്വൽ ടു എ ഡി ആണ്. എ ബി ഈക്വൽ ടു എ ഡി ആവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ സി ഇസ് ഈക്വൽ ടു എ ഡി. എ സി ഇസ് ഈക്വൽ ടു എ ഡി ആവുമ്പോൾ ഇൻ ട്രയാങ്കിൾ എ സി ഡിയിൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 കിട്ടി. ഇനി ഇൻ ട്രയാങ്കിൾ ബി സി ഡി ആംഗിൾ സം പ്രോപ്പർട്ടി എഴുതാം. ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ് വരിക? 3 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 1 പ്ലസ് രണ്ടാമത്തെ ആംഗിൾ എന്താണ്? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് 90 ഡിഗ്രി എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും നമുക്ക് മാറ്റാം. ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 2 ആണ്. അപ്പോൾ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് ആംഗിൾ 3 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ഇത് രണ്ട് 2 ടൈംസ് വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 ടൈംസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യൻ. ABC is a right-angled triangle in which angle A equal to 90 degree and AB equal to AC. Find angle B and angle C. അതിൽ ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആവുമ്പോൾ റൈറ്റ് ആംഗിൾ ഡാറ്റ് എ ആണ്. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ അനുസരിച്ച് കൊടുക്കുക ABC. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. റൈറ്റ് ട്രയാങ്കിളിൽ ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈക്വൽ എന്നാണ്? എ ബി ഈക്വൽ ടു എ സി. അപ്പോൾ എഴുതാം എ ബി ഈക്വൽ ടു എ സി ഗിവൺ. പിന്നെ എന്താണ് ഗിവൺ? ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ആംഗിൾ ബി ഈക്വൽ ടു പ്രൂവ് അല്ല ടു ഫൈൻഡ് ചെയ്യുക വേണ്ട. നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി രണ്ടും കണ്ടുപിടിക്കണം. ആംഗിൾ ബിയും ആംഗിൾ സിയും. അപ്പോൾ ഇവിടെ എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. അത് നമുക്ക് ലെറ്റ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്ത്. കാരണം എ ബി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ആ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ അറിയില്ല. നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി ഈ ട്രയാങ്കിൾ എ ബി സിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ത് വരിക? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. ഇത് രണ്ടും നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 180. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 180 മൈനസ് 90. അപ്പോൾ 90 കിട്ടും. എക്സ് എന്ന് പറയുന്നത് 90/2 ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾ 45 ഡിഗ്രിയും ഒരു ആംഗിൾ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് രണ്ടും ആംഗിൾ ബിയും ആംഗിൾ സിയും എന്ത് കിട്ടി? 45 ഡിഗ്രി കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ആംഗിൾസ് ഓഫ് എൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആർ 60 ഡിഗ്രി ഈച്ച്. ഈക്വലേറ്റഡ് ട്രയാങ്കിൾ 60 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ ബി സി ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു ബി സി ഇതാണ് നമുക്ക് ഗിവൺ ഉള്ളൂ. കാരണം ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മെഷർ ഓഫ് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും 60 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഇനി പ്രൂഫിൽ അതായത് ഇവിടെ എ ബി ഈക്വൽ ടു എ സി, എ ബി ഈക്വൽ ടു എ സി ആവുമ്പോൾ ആംഗിൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. എ ബി ഈക്വൽ ടു എ സി ആവുമ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി, അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്ത്. അതുപോലെ ഇനി എന്ത് പറയാം, ആംഗിൾ എ കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും എ ബിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി സി ആവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എക്സ്. അതായത് എല്ലാ ആംഗിളും എക്സ് ആയിട്ട് എടുക്കുക. ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാംഗിൾ എ ബി സി. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ബി സി എന്താണ്, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതെല്ലാ ആംഗിളും എക്സ് ആയതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 180, എക്സ് ഇസ് ഈക്വൽ ടു 180/3 ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിളും നമുക്ക് എന്താണ് കിട്ടുന്നത്, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ അതാണ് നമുക്ക് എല്ലാ ആംഗിളും എന്തായിട്ട് കിട്ടി, 60 ഡിഗ്രി ആയിട്ട് കിട്ടി. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.